ബി പോസിറ്റീവ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പകർച്ചവ്യാധി പോലെ നമ്മുടെ ഇടയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ട്രെൻഡാണ് സെൽഫി എന്ന് പറയുന്നത്. പഴയ കാലം മുതൽ സെൽഫി ഉണ്ട്. എന്നാൽ ഏതാണ്ട് 2002 ഓസ്ട്രേലിയയിലുള്ള ഇൻ്റർനെറ്റിലാണ് ആദ്യമായിട്ട് സെൽഫി പടം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. അന്നു മുതൽ ഈ സെൽഫി ട്രെൻഡ് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. വിദ്യാർത്ഥി സമൂഹത്തിൽ ഇത് കൂടുതൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ട്രെൻഡാണ്. ഈ സെൽഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഇതുകൊണ്ട് വല്ല ദോഷങ്ങളുമുണ്ടോ? ഈ കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനായിട്ട് വന്നിരിക്കുന്നത് ആലുവ UC കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥികളാണ്. ഈ ചർച്ചയിലേക്ക് നിങ്ങളെ ഏവരെയും വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. സെൽഫി, ഇത് എല്ലാവർക്കും പരിചിതമായൊരു വാക്കാണ് സെൽഫി എന്ന് പറയുന്നത്. നിങ്ങൾക്കും എല്ലാം പരിചിതമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സെൽഫി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞാട്ട് സെൽഫി എന്ന് പറഞ്ഞാൽ എന്താണെന്നാ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയാമോ? മറ്റൊരാളുടെ സഹായമില്ലാതെ വേറൊരാളുടെ സഹായമില്ലാതെ തന്നെത്താനെ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ സ്വയമായിട്ട് പ്രശംസിക്കാനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഫോട്ടോ എടുക്കാനായിട്ട്, മറ്റുള്ളവരുടെ സഹായമില്ലാതെ സ്വയം ഫോട്ടോ എടുക്കുക. പ്രധാനമായിട്ടും അതാണ് സെൽഫി എന്നുകൊണ്ട് അർത്ഥവത്താക്കുന്നത്. ഈ ഫോട്ടോ എടുത്തിട്ട് തന്നെ ചെയ്യും. ഇന്നത്തെ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യും അല്ലേ? അപ്പം നമ്മുടെ ഫോട്ടോ നമ്മൾ തന്നെ എടുത്ത് സോഷ്യൽ മീഡിയകളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് സെൽഫി എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോൾ ഈ ഡിജിറ്റൽ ക്യാമറയും മൊബൈൽ ഫോണും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഫോട്ടോ എടുക്കാനായിട്ട് വലിയ വിഷമമൊന്നുമില്ല, പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? നിങ്ങളൊക്കെ ഈ സെൽഫി എടുത്തിട്ടുള്ളവരാണോ? ആണല്ലേ? ബിക്കോസ് എല്ലാവരും തന്നെ ഈ സെൽഫി എടുത്തിട്ടുള്ളവരാണ് അല്ലേ? ഇത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഈ സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്നാവെന്ന് പറയാമോ? കുറേ ലൈക്കുകൾ കിട്ടുമ്പോൾ അതിൽ നിന്നൊരു സന്തോഷം തോന്നും. ഇതിന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ലൈക്ക് കിട്ടും അല്ലേ? ലൈക്ക് കിട്ടുമ്പോൾ അതിനകത്ത് നമുക്ക് വലിയൊരു സന്തോഷം തോന്നും. ഇങ്ങനെ ഈ സന്തോഷം തോന്നി കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്നാ തോന്നുന്നേ? വീണ്ടും വീണ്ടും ഇതുപോലെ വീണ്ടും നമ്മൾ നമ്മുടെ ഓരോ പോസിലുള്ള പടം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടണം എന്നുള്ളൊരാഗ്രഹമാണല്ലേ? ഇങ്ങനെ സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു ലൈക്ക് കിട്ടും, അതിനകത്ത് നമുക്ക് മനസ്സിന് നല്ലൊരു സുഖമാണ്, നമ്മളെക്കുറിച്ച് തന്നെ ഒരു വില പോലെ തോന്നും അല്ലേ? മറ്റെന്തെങ്കിലും ഗുണമുണ്ടോ ഇതിനകത്ത്? നിങ്ങൾക്കൊന്ന് പറയാമോ? നിങ്ങൾ ഈ പോസ്റ്റ് ചെയ്തിട്ടുള്ളവരാണല്ലോ, ഒന്ന് പറയാമോ? ഇതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രയോജനങ്ങളോ ഗുണങ്ങളോ വല്ലതും നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്? യെസ്, ഗുണങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് ഉന്നയിച്ചിരുന്നതെങ്കിൽ അതിൽ നമ്മളൊരു സെൽഫി എടുത്ത് നമ്മൾ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു പേജിലേക്കോ അതുവഴിയുള്ള സൈറ്റുകളിലേക്കോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു അതിനോടൊപ്പം അണിചേരുന്നു എന്ന രീതിയിലുള്ള ഒരു രേഖപ്പെടുത്തൽ നടത്താൻ സെൽഫികൾ കൊണ്ട് അല്ലാതെയും കഴിയും. പക്ഷേ എന്നിരുന്നാലും സെൽഫികളിലൂടെ ആവുമ്പോൾ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആവുമെന്ന് തോന്നിയിട്ടുണ്ട്. എൻ്റെ നേരിട്ടുള്ളൊരു പങ്കാളിത്തം അതിലുണ്ട് എന്നുള്ളത് കാണിക്കാനായിട്ട് സെൽഫി ഒരു പരിധിവരെ പ്രയോജനം ചെയ്യുമെന്നാണ് പറഞ്ഞത്. മറ്റെന്തെങ്കിലും ഗുണം ഈ സെൽഫി കൊണ്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള പ്രയോജനങ്ങൾ ഇദ്ദേഹത്തിന്? യെസ്, നമ്മളെ കൂടുതലായിട്ട് എടുത്തു കാണിക്കാനും നമ്മളെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാനും സെൽഫി കൊണ്ട് സാധിക്കുന്നു. അപ്പം നമ്മളെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് സെൽഫി കൊണ്ട് സാധിക്കും അല്ലേ? അപ്പം നമ്മളെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്നാ ലഭിക്കുന്നേ? ഒരു സന്തോഷം അല്ലേ? എന്നെ പ്രൊജക്റ്റ് ചെയ്ത് മറ്റുള്ളവരെ കാണിക്കുമ്പോൾ എനിക്ക് ഒരു സന്തോഷം അതിനകത്ത് നിന്ന് കിട്ടുന്നു അല്ലേ? അപ്പോൾ സെൽഫി കൊണ്ട് എനിക്കൊരു സന്തോഷം കിട്ടുന്നു, എൻ്റെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു, മറ്റ് പല പ്രസ്ഥാനങ്ങളുടെയും എൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം വ്യക്തമാക്കാനായിട്ട് സെൽഫി ഉപയോഗിക്കുന്നു. യെസ്, പറഞ്ഞോ. പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, സിനിമാ നടന്മാരും
വലിയ രാഷ്ട്രീയ നേതാക്കളും അവരൊക്കെ ഇങ്ങനെ സെൽഫി എടുക്കുമ്പോൾ നമ്മളും സെൽഫി എടുക്കുന്നു, നമുക്കൊരു അകൽച്ച കുറയുന്ന പോലെ. മറ്റുള്ളവരെ പോലെ ആയി തീരാനുള്ള എൻ്റെ ഒരു പ്രവണതയുടെ ഭാഗമായത്. മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ അല്ലേ? മറ്റുള്ളവരെ പോലെ ആയിത്തീരാനുള്ള എൻ്റെ മനസ്സിൻ്റെ ഒരു പ്രവണതയ്ക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. മറ്റെന്തെങ്കിലും ഗുണങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും? അധികം മീഡിയാസിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുമായിട്ട് നമ്മളൊരു സെൽഫി എടുത്ത് ഒരു സൈറ്റിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അപ്പം ആ വ്യക്തിയും ഞാനും തമ്മിൽ എന്തോ ഒരു ക്ലോസ് റിലേഷൻ ഉണ്ട് എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കാൻ പറ്റും. അപ്പോൾ അടുത്തിടയ്ക്ക് തന്നെ ഞാൻ കുറച്ചാൾ മുമ്പ് ഒരു 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 കൺവെൻഷന് പങ്കെടുത്തപ്പോൾ അതിൽ അന്ന് വന്നൊരു വിശിഷ്ടാതിഥി, ആ വിശിഷ്ടാതിഥിയുടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അത് ഫേസ്ബുക്കിൽ ഒരാൾ, ഞാനല്ല വേറൊരാൾ പോസ്റ്റ് ചെയ്തു. അത് ഞാൻ കാണുകയുണ്ടായി. അപ്പം പെട്ടെന്ന് കാണുമ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയാ വല്ല അടുപ്പമുണ്ടല്ലോ എന്ന് കണ്ടു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, എടാ അവിടെ കിടക്കുന്ന ഒരാൾ, ദൂരെ കിടക്കുന്ന വേറെ ഏതോ രാജ്യത്ത് കിടക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി ഞാൻ തമ്മിൽ എങ്ങനെ അടുപ്പം വരുന്നതൊക്കെ പുള്ളി എന്നോട് ചോദിക്കണ്ടേ. ഇത് അടുപ്പമുണ്ടെന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ശ്രമം. ആക്ച്വലി അടുപ്പം ഇല്ല എന്ന് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കുക സ്വയം. അപ്പം ഞാനൊരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നതിനെക്കാട്ടി ആ പുള്ളിക്ക് കിട്ടുന്ന ലൈക്സ് കൂടെ ആ പുള്ളിയുടെ ഇതില് ആ ഒരു ഇമേജില് നമുക്ക് കിട്ടും. അതായത് എനിക്ക് ഇതിനകത്ത് വലിയൊരു ലൈക്ക് കിട്ടത്തില്ലെങ്കിലും എന്റെ കൂടെ നിൽക്കുന്ന ആളിന്റെ കെയർ ഓഫിൽ എനിക്കൊരു ലൈക്ക് കിട്ടിയെന്ന് വരാം. അപ്പൊ എനിക്കില്ലാത്തത് എന്തൊക്കെയോ മറ്റേ ആളിന്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് ഉണ്ട് എന്ന് അഭിമാനിക്കാൻ ഒരു വക ഈ സെൽഫിയിലൂടെ എനിക്ക് കിട്ടുമെന്നാ പറയുന്നത് അല്ലേ? ഇല്ലാത്തത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനുള്ള ഒരു മാർഗം അല്ലേ? ഓക്കെ. അപ്പോൾ സെൽഫി എന്ന് പറയുന്നത് പല രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ടെന്നാ പറയുന്നത്. അദ്ദേഹത്തിന് എന്നാ തോന്നുന്നു, സെൽഫി കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? തീർച്ചയായിട്ടും പ്രയോജനം ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തേക്ക് ആണെങ്കിൽ നമ്മൾ വേറൊരാളുടെ ഒരു സഹായത്തോടു കൂടി അല്ലാതെ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കാൻ സാധിക്കില്ലായിരുന്നു. പിന്നെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ വരിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ നമ്മളെ തന്നെ സ്വയം എക്സിബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ അത് പണ്ട് പൈസയുള്ള ആളുകളുടെ മാത്രം ഒരു സാധ്യതയായിരുന്നു നമ്മളെ തന്നെ സ്വയം എക്സിബിറ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഇത് കൂടുതൽ ആ ഒരു ഏരിയ കൂടുതൽ ഡെമോക്രാറ്റിക് ആയിട്ട് നമുക്ക് തന്നെ നമ്മുടെ ഫോട്ടോ എടുക്കാനും നമ്മളെ തന്നെ സ്വയം എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു സ്വഭാവം കൂടുതൽ പൈസയുള്ളവർക്ക് മാത്രമല്ല അല്ലാതെ എല്ലാവരിലേക്കും ആ ഒരു സാധ്യത കൂടുതൽ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. സാധാരണക്കാരനായ എന്നെ മറ്റുള്ളവരോടൊപ്പം എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം ഈ സെൽഫിയാണ് അല്ലേ? ഒരു കാലത്തില്ലാതിരുന്ന ഒരു വലിയ അക്സെപ്റ്റൻസ് അതിലൂടെ ഞാൻ പിടിച്ചു നേടാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? അവിടെ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രെൻഡ്, സെൽഫി എന്ന് പറയുന്ന ഈ ഒരു ട്രെൻഡ് നമ്മളെല്ലാം ഒരേ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. മിക്കവാറും 99% ആളുകളും ഈ സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് ഇതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. എന്നെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, എനിക്കൊരു സെൽഫ് എസ്റ്റീം ഉണ്ടാക്കാനായിട്ട് സാധിക്കും, ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെ പങ്കാളിയാണെന്നുള്ളത് വരുത്തി തീർക്കാനായിട്ട് സാധിക്കും, ഒരു വിലയുള്ള ആളിൻ്റെ കൂടെ ഞാൻ നിന്ന് ഒരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ ആളിന് കിട്ടുന്ന വില എനിക്കും കൂടെ അതിലൂടെ കിട്ടും. അങ്ങനെ ഞാൻ ഒരു കേമനായിട്ട് തീരും, മറ്റുള്ളവർ എന്നെക്കുറിച്ച് അറിയും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ചില ഗുണങ്ങളൊക്കെ ഒരു പരിധിവരെയെങ്കിലും ഇതിനകത്തുണ്ടായിരിക്കാം, അതിന് ഞാൻ ഖണ്ഡിക്കുന്നില്ല, ഒരു പരിധിവരെയെങ്കിലും ഉണ്ടായിരിക്കാം. എന്നാൽ ഈ സെൽഫി കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ദോഷമുണ്ടോ? നമ്മൾ അതിലേക്ക് കൂടുതൽ കോൺഷ്യസ് ആയി പോകുന്നു. ഇപ്പം സ്റ്റുഡൻസ് ആണെങ്കിലും അക്കാദമിക് ലെവലിൽ കുറച്ചുകൂടി നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അതിൽ സെൽഫി എടുത്തെടുത്ത് വരുമ്പോൾ നമ്മൾ പിന്നെ അതിലേക്ക് തന്നെ കോൺഷ്യസ് ആയിട്ട്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഒരു സെൽഫി എടുത്താൽ അതിൽ നമ്മൾ തീർക്കത്തില്ല, അടുത്തത് എടുക്കും, പിന്നെയും എടുക്കും അല്ലേ? അങ്ങനെ എടുത്തെടുത്ത് ഞാൻ സെൽഫിയുടെ ഒരു അഡിക്റ്റ് ആയിട്ട് അങ്ങ് മാറും, ഒരു അഡിക്ഷൻ. ഒരു പ്രധാന സംഗതിയാണല്ലോ ഇദ്ദേഹം പറഞ്ഞത്. നമ്മൾ ആൽക്കഹോളിക് അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻ, സൈബർ അഡിക്ഷൻ, ഇങ്ങനെയുള്ള പലതിൻ്റെ അഡിക്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ സെൽഫി അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പുതിയ സംഗതിയാണ് ഇദ്ദേഹം പറഞ്ഞത്. അതായത് സെൽഫി എടുത്തെടുത്ത് ഞാൻ ഇതിൻ്റെ ഒരു അഡിക്റ്റായിട്ട് അങ്ങ് മാറും. അങ്ങനെ അഡിക്റ്റ് ആകുന്നതിൻ്റെ പുറകിലൊരു കാര്യമുണ്ട്. അതായത് ഞാൻ എൻ്റെ ഒരു സെൽഫി എടുത്തു കഴിയുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഏകദേശം ഒരു അഭിപ്രായമൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കും. എന്നാൽ ഞാൻ ആ സെൽഫിക്കകത്ത് എൻ്റെ എന്തെങ്കിലും ഒരു പോരായ്മ കണ്ടുപിടിക്കും. ആ പോരായ്മ കണ്ടുപിടിച്ചിട്ട് അടുത്തത് കുറച്ചുകൂടെ മെച്ചമാക്കാനായിട്ട് ഞാൻ മറ്റൊരു പോസിൽ
ആ സെൽഫി എടുക്കും. അങ്ങനെ സെൽഫി എടുക്കുന്ന ഉടനെ കുറച്ചുകൂടെ സന്തോഷം കിട്ടും. പക്ഷെ വീണ്ടും സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇതിലെന്തോ ചില പോരായ്മ തോന്നും. അപ്പം മറ്റൊരെണ്ണം എടുക്കും. അപ്പോൾ ഓരോ പോരായ്മ കണ്ടുപിടിച്ച് അത് പരിഹരിക്കാനായിട്ട് ഓരോ പോസ്റ്റിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ എടുത്തെടുത്ത് നമ്മൾ ഇതിൻ്റെ അഡിക്റ്റായിട്ട് അങ്ങ് മാറും. എന്തിൻ്റെയെങ്കിലും അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഭരിക്കുന്നത് എന്തുവാ? ആ വസ്തുതയാണ് നമ്മളെ ഭരിക്കുന്നത്. സെൽഫിയുടെ അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നെ സെൽഫിയാണ് നിങ്ങളെ ഭരിക്കുന്നത്. പിന്നെ സെൽഫി എന്നൊരു ചിന്ത മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു ദോഷം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇത് മാറി 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 എടുക്കാനൊരു ടെൻഡൻസിൻ്റെ പിറകിലുണ്ടാകും. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു അഡിക്റ്റായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്നാ പറഞ്ഞത് അല്ലേ? ഓക്കെ, നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞ യെസ്. നമ്മുടെ ഒരു വ്യക്തിത്വം ഈ സെൽഫി എടുക്കുന്നവര് അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നവരുടെ വ്യക്തിത്വം അതിലേക്ക് ചുരുങ്ങി പോകണായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ വ്യക്തിത്വത്തെ അളക്കാനുള്ള മാനദണ്ഡമായിട്ട് അവരുടെ സെൽഫികളും അതിൽ കിടന്ന ലൈക്കും മാറാണ്. അങ്ങനെ ഒരു വ്യക്തിത്വത്തെ തന്നെ ചുരുക്കി കളയാനായിട്ട് എനിക്ക് ശരിക്കും തോന്നിയിട്ടുണ്ട്. മറ്റൊരു കുഴപ്പത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഞാൻ ഈ സെൽഫി എടുത്ത് മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ വ്യക്തിത്വം അതിൽ ലിമിറ്റ് ചെയ്യുക, അതിനകത്ത് ഞാനങ്ങ് ചുരുങ്ങി പോവുക. അപ്പോൾ എൻ്റെ വ്യക്തിത്വത്തിന് എന്നോ പറ്റുന്നു? അത് വളരേണ്ട രീതിയിൽ വളരുന്നില്ല, വികസിക്കേണ്ട രീതിയിൽ സെൽഫി ആവാണ്. എൻ്റെ വ്യക്തിത്വം അങ്ങ് സെൽഫി ആയിട്ട് മാറുകയാണ്. അപ്പോൾ സെൽഫി എൻ്റെ വ്യക്തിത്വത്തെ സെൽഫി ആക്കി മാറ്റുന്നതാണ് ഇദ്ദേഹം പറഞ്ഞത് അല്ലേ? ഞാനങ്ങ് ചുരുങ്ങി പോവുക. ഓ, വെരി ഗുഡ് പോയിന്റ്. യാ, യെസ്. ഞാൻ ആദ്യമായിട്ട് സെൽഫി കണ്ടപ്പോൾ പത്രത്തിലാണ് കണ്ടത്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സെൽഫി എടുക്കുന്നതിൽ അച്ചടക്കമില്ല. പണ്ടൊക്കെ ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നിന്ന് പോസ് ചെയ്ത് കറക്റ്റ് ആംഗിളിൽ വന്നിട്ടൊക്കെ എടുക്കുള്ളായിരുന്നു. ഇപ്പൊ സെൽഫി വന്നതോടെ ഒരു അച്ചടക്കമില്ല. അത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എല്ലാവരും പറയുന്ന ഒരു അച്ചടക്കമില്ല എന്നൊരു ഇതുണ്ട്. എന്തോ ഇദ്ദേഹം ഈ അച്ചടക്കമില്ല എന്ന് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? എന്ത് ആംഗിളിലും എന്ത് രീതിയിലും ഒരു വൃത്തിയില്ലാണ്ട് സെൽഫി എടുക്കാന്നൊരു രീതിയിൽ അതിനാ ഉദ്ദേശം. ഒരു ഇന്നത്തെ സമൂഹത്തിന് പൊതുവെ പറയുന്ന ഒരു അച്ചടക്കക്കുറവുണ്ടെന്ന് പറയാറുണ്ട്. ഇതിനകത്തൊരു നിയന്ത്രണവും ഇല്ല. ഒരു അച്ചടക്കക്കുറവിനുള്ള ഒരു രീതിയായിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ? അപ്പൊ എന്റെ ഡിസിപ്ലിനെ ഇത് ബാധിക്കുന്നുണ്ടെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. എന്റെ പേഴ്സണാലിറ്റിയിലുള്ള ഒരു ഡിസിപ്ലിൻ പാർട്ടിനെ ഇത് ഒരു നല്ല പരിധി വരെ ബാധിക്കുന്നുണ്ട്. ഇദ്ദേഹം എന്തോ പറയാം. അതുപോലെ പല അപകടങ്ങളും വലിച്ചു കഴിക്കുവാനായിട്ട് സാധിക്കും, കാണുന്നുണ്ട്. കാരണം ട്രെയിനിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് നമ്മൾ സെൽഫി എടുക്കുന്നത്, അതുപോലെ തന്നെ മൃഗങ്ങൾ പലപ്പോഴും പല അപകടങ്ങൾ പലപ്പോഴും വലിച്ചഴിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സെൽഫി മുഖാന്തരം പല വിപണികളും ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സെൽഫി സ്റ്റിക്ക് കഴിഞ്ഞ വിപണനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽഫി സ്റ്റിക്ക് പോലത്തുള്ള മെറ്റീരിയൽസ്, കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ എന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് ഇങ്ങനെ മാത്രം എടുക്കാൻ സാധിക്കുള്ളായിരുന്നു. ഇപ്പൊ അങ്ങനല്ല, മൊബൈൽ അങ്ങ് ദൂരെ വെച്ചിട്ട് നമുക്ക് കയ്യിൽ ഇവിടെ നിന്ന് തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. കാരണം അങ്ങനെ പല ഉപകാരങ്ങൾ കൊണ്ട് ഇപ്പം ഒരാളുടെ മാത്രമേ ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. നേരത്തെ സെൽഫി സ്റ്റിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ഒരു വലിയ ക്രൗഡിന്റെ ഫോട്ടോ വരെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇന്ന് വിപണനങ്ങൾ വരെ അല്ലെങ്കിൽ വിപണി വരെ ഇന്ന് പലപ്പോഴും സെൽഫി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സെൽഫി ഓറിയന്റഡ് വിപണനമാണ് ഇന്ന് നടക്കുന്നതെന്നാ പറഞ്ഞല്ലേ? ഇത് ആദ്യം ഒരു പോയിന്റിനെ കുറിച്ച് പറഞ്ഞു. അപകടങ്ങൾ ധാരാളം വിളിച്ചു വരുത്തുന്ന ഒരു പരിപാടിയാണ് സെൽഫി. എന്തുകൊണ്ട് ഈ അപകടം ഉണ്ടാകുന്നത്? ഞാൻ സെൽഫി എടുക്കുമ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ എന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ പരിസരത്തെ ഞാൻ മറക്കും. പരിസരത്തെ മറന്നു കഴിയുമ്പോൾ പരിസരത്ത് ഒതുങ്ങിയിരിക്കുന്ന അപകടങ്ങളൊക്കെ അടുത്തിടയ്ക്ക് നടന്നൊരു സംഭവമാണ്. എൻ്റെ കൂടെ 10ാം ക്ലാസ് പഠിച്ച ഒരു സുഹൃത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആ സുഹൃത്ത് വെന്റിലേറ്ററിലായിരുന്നു. ആ സുഹൃത്ത് രക്ഷപ്പെട്ടു. അത്യാവശ്യം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു. ഈ സുഹൃത്ത് ഒന്ന് ബോധം വീണ് കഴിഞ്ഞപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയണമെന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആള് ഒരു ഫോട്ടോ എടുത്ത് അതും കഴുത്തിലൊക്കെ കോളറൊക്കെ ഇട്ട് കയ്യിൽ മുഴുവൻ അതിൻ്റെതായ സ്ട്രിപ്പൊക്കെ വെച്ചിട്ട് ആളൊരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ടു, വാട്സാപ്പിലിട്ടു. ഒരു സെൽഫിയാണ്. അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മനസ്സിൽ അവനോടുള്ള സ്നേഹം കുറയാനുണ്ടായത്. ഒരു പുച്ഛം എന്ന് പറയാൻ പറ്റില്ല, എന്തോ ഒരു സഹതാപത്തിലേക്ക് ഒരു രീതിയിലേക്ക് അങ്ങ് എത്തിപ്പോയി. ഒരു മനുഷ്യന്റെ സ്വന്തമായിട്ടുള്ള ഒരു ഇതിനെ അങ്ങ് അധപതനം സംഭവിക്കുകയാണ്. അപ്പോൾ ഈ പ്രിയ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ ഒരു മനുഷ്യന്റെ അവസ്ഥ അത് കാണുമ്പോൾ നമുക്കൊരു തരംതാണു പോകുന്ന ഒരു അവസ്ഥ പോലെ തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. സെൽഫിയിൽ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന പല പടങ്ങളും കാണുമ്പോൾ ഞാൻ തന്നെ അങ്ങ് തരംതാണു പോകുന്നോ എന്നൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഇത്രയും നാൾ ആ സുഹൃത്തിനോട് എനിക്ക് റെസ്പെക്ട് ഉണ്ട്. എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോ എന്തോ ഒരു
അകൽച്ച മനസ്സിൽ തന്നെ തോന്നിപ്പോകും. അത്തരത്തിലൊരു അവസ്ഥയിലേക്കൊക്കെ ഈ സെൽഫി എന്ന് പറഞ്ഞാൽ ലൈക്ക് ഡിസ്ലൈക്ക് ആയിട്ട് അതെ അതാ പറഞ്ഞത്, സെൽഫി ഒരു ഭ്രാന്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാവരും നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഈ ഒരു തലമുറ മാത്രമാണ്. ഇപ്പൊ സെൽഫി എന്ന് പറയുന്ന വാക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ നിർത്തിയിട്ട് നമ്മുടെ ചർച്ച പോകുന്നത് ഒരു എന്തോ ഒരു നാർസിസത്തിന്റെ ഒക്കെ അല്ലെങ്കിൽ ഒരു നമ്മളെ തന്നെ ആസ്വദിക്കുന്നതിന്റെ ഒരു സ്വഭാവത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത് ഈ നമ്മളെ തന്നെ ആസ്വദിക്കുന്ന സ്വഭാവം ഈ ഒരു കാലഘട്ടത്തിന്റെ സ്വഭാവമാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ അതിനെ ഒരിക്കലും ചുരുക്കി കളയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ടെക്നോളജി വന്നപ്പോൾ നമ്മളെ തന്നെ എക്സിബിറ്റ് ചെയ്യുന്ന രീതി മാറി, അത്രേ മാത്രമേ ഉള്ളൂ. നമ്മൾ ക്യാമറ ഉപയോഗിച്ച് എക്സിബിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇനി അടുത്തൊരു തലമുറ വരുമ്പോൾ വേറെ രീതിയിലായിരിക്കും എക്സിബിറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞൊരു തലമുറ വേറെ രീതിയിലായിരുന്നിരിക്കും എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് മനുഷ്യന്റെ ഒരു കാലാകാലങ്ങളായിട്ടുള്ള മനുഷ്യന്റെ ഒരു ജൈവിക സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നണേ. ഇപ്പൊ സെൽഫി എന്ന് പറയുന്നത് അതിനൊരു ഒരു രീതിയായിട്ടൊരു ടെക്നോളജി ആയിട്ട് അവിടെ വർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് മൊത്തത്തിൽ മനുഷ്യനെ ഒരു നെഗറ്റീവ്സ് അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. സെൽഫി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ആദ്യകാലം മുതൽ തന്നെ മനുഷ്യനിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഈ സെൽഫി എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ഈ മോഡേൺ സാധ്യതകൾ പലതും ഉള്ളതുകൊണ്ട് ഇതൊരു പകർച്ചവ്യാധി പോലെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സെൽഫി പലപ്പോഴും നേരത്തെ 1-2 ആളുകളിൽ ഒതുങ്ങി നിന്നിരിക്കാം. ഇതിനിടയ്ക്ക് ഇദ്ദേഹം ഒരു വാക്ക് ഉപയോഗിച്ചു, നാർസിസം എന്ന് പറയുന്നൊരു വാക്ക്. ഈ സെൽഫിയും നാർസിസവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ആ ബന്ധമെന്ന് പറയുന്നത്, നാർസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വന്തം ശരീരത്തെക്കുറിച്ച് അവനെക്കുറിച്ച് ഭയങ്കരമായ അഭിമാനവും സന്തോഷവും അല്ലെങ്കിൽ അതിൽ തന്നെ അവനങ്ങ് ലയിച്ച് ചേരുന്ന ഒരനുഭവമാണിത്. അപ്പോൾ അവനിൽ തന്നെ അങ്ങ് പുകഴുക, അവനെ തന്നെ അങ്ങ് പ്രൊജക്റ്റ് ചെയ്യുക, അവനിൽ തന്നെ സന്തോഷം കണ്ടെത്തുക. അപ്പോൾ ഈ നാർസിസ്റ്റ് ടെൻഡൻസി ഉള്ളവർക്ക് ഈ സെൽഫിയുടെ ഈ ഒരു പരിപാടിയിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നാർസിസ്റ്റ് ടെൻഡൻസി കൂടുകയോ കുറഞ്ഞോ എന്ന് ചർച്ച ചെയ്താൽ നമുക്കതിനൊരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. നാർസിസ്റ്റ് ടെൻഡൻസി കൂടുകയോ കുറയോ എന്നുള്ളതല്ല. നാർസിസം ഉള്ളവർക്ക് ഈ സെൽഫി ലൈനിലേക്ക് തിരിയാനുള്ള ടെൻഡൻസി കൂടും എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് എനിക്ക് എന്നെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം, ഞാൻ എന്നിൽ തന്നെ ആനന്ദിക്കുക, ഞാൻ മാത്രം, എന്നെ മാത്രം, എൻ്റെ അത്രയും കൊള്ളാവുന്ന വേറെ ആരുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ അതിൻ്റെ പിറകിലുണ്ടാകുന്ന ചിന്തകളാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം. അതായത് ഈ ഞാൻ എന്ന് പറയുന്ന ഐഡന്റിറ്റിയെ തന്നെ നമ്മളപ്പോൾ ഈ എക്സിബിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ചുരുക്കി വെക്കുന്ന ഒരു പ്രവണത കൂടി ഉണ്ട്. അതായത് ഇപ്പം നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നത് മറ്റ് വേറെ ഒന്നും ചെയ്യാനില്ലാത്ത അല്ലെങ്കിൽ വേറെ സോഷ്യലി ഇടപെട്ടുകൊണ്ട് ഒരു പേര് കിട്ടാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മാർഗമായിട്ടും ചില ഘട്ടങ്ങളിൽ ഈ സെൽഫി മാറുന്നുണ്ട്. നമ്മളെ എക്സിബിറ്റ് ചെയ്യാൻ വേറൊരു മാർഗം ഇല്ലാന്ന് വരുമ്പോൾ നമ്മൾ ഈ ഫോട്ടോ എടുത്തുകൊണ്ട് അപ്പം നമ്മുടെ ഒരു ഐഡന്റിറ്റിയെ തന്നെ നമ്മൾ ചുരുക്കി കളയുക. നമ്മുടെ ഐഡന്റിറ്റി തന്നെ നമ്മൾ ചുരുക്കി കളയുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ സെൽഫി നമ്മളെ നയിക്കാം എന്നൊരു അപകടമായി ഇദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കുകയാണല്ലോ. ഈ സെൽഫി കൂടുന്നതനുസരിച്ച് നമ്മുടെ മനുഷ്യത്വത്തിന്റെ ലെവൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ആക്സിഡന്റ് സ്പോർട്സിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ രക്തം വാർന്ന് മരിക്കുന്ന ഒരു സന്ദർഭമാണെങ്കിൽ കൂടി ആളുകൾ നോക്കുന്നത് ഫോട്ടോ എടുക്കാനാണ് അവിടെ ചെന്ന്. ഇപ്പോൾ ഞാനാണെങ്കിലും കണ്ടിട്ടുണ്ട് ആളുകൾ, ഇപ്പോൾ എനിക്ക് അങ്ങനെ പറ്റാത്തൊരു ആളെ രക്ഷിക്കാൻ പറ്റാത്ത സന്ദർഭമാണെങ്കിൽ കൂടി ആളുകൾ അവിടെ നിന്ന് എങ്ങനെ ഫോട്ടോ എടുക്കുന്നു, അത് പോസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു ലെവലിലേക്ക് വരെ എത്തിയിരിക്കുന്നു. അതായത് മനുഷ്യത്വങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും. ഞാൻ എന്നിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, ഞാൻ എന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഒരു ഭാവമാണ് സെൽഫി എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളതിനെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകളൊക്കെ അങ്ങ് പോകും. അവിടെ ഞാൻ ഇദ്ദേഹം പറഞ്ഞ പോലെ എൻ്റെ വ്യക്തിത്വം അവിടെ ഞാൻ അങ്ങ് ചുരുക്കി കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെൽഫി കൊണ്ടുണ്ടാകുന്ന ചില അപകടങ്ങളെക്കുറിച്ച്, ദോഷങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നത്. നിങ്ങളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ വ്യക്തിത്വം ചുരുങ്ങിപ്പോകുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ സെൽഫ് എസ്റ്റീം, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു സ്വയം വിലയുണ്ടല്ലോ, ഒരു അഭിമാനം, ഈ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കാനായിട്ടാണ് പലരും ഈ സെൽഫി ഉപയോഗിക്കുന്നത്. എൻ്റെ ഒരു പോസ് അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കൊള്ളാം, ഞാൻ നന്നായിരിക്കുന്നു എന്നൊക്കെയുള്ളൊരു ചിന്ത. എന്നാൽ സെൽഫി കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ള സെൽഫ് എസ്റ്റീം കൂടെ പോവുകയാണ് ചെയ്യുന്നത്. സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾ ചെയ്യുന്നത്
നിങ്ങളുടെ തന്നെ സെൽഫ് എസ്റ്റീമിനെ ഇല്ലാതാക്കും. ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങളിത് പോസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നിങ്ങൾ കൂടുതൽ ആളുകളുമായിട്ട് ബന്ധപ്പെടാനും ഒരു റിലേഷൻഷിപ്പ് കൂടുതലായിട്ട് ഉണ്ടാക്കാനുമുള്ളൊരു ശ്രമമാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സെൽഫി മുഖാന്തരം നിങ്ങളുടെ കൂടുതൽ ബന്ധങ്ങൾ വളരുന്നുണ്ടോ, അത് വികസിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? യെസ്, എനിക്ക് ഇല്ലാന്ന് തന്നെയാണ് തോന്നിയേക്കണം. കാരണം ഇപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ ഇരിക്കുമ്പോൾ തൊട്ടടുത്തുള്ളൊരു സുഹൃത്തായിട്ടുള്ള ഒരു സംഭാഷണമോ കുറഞ്ഞിട്ട് ഇത്തരം അതൊരു സോഷ്യൽ മീഡിയയുടെ ഒരു പൊതുവായുള്ള ഒരു പ്രവണത തന്നെയാണ്. അപ്പൊ ഇതൊരു പ്രവണതയുടെ സോഷ്യൽ മീഡിയയിലെ ഉത്തമ ഒരു ഉദാഹരണം അല്ലെങ്കിൽ അതിനൊരു പ്രതീകമാണ് യഥാർത്ഥത്തിൽ സെൽഫി. സ്വന്തത്തിലേക്ക് ചുരുങ്ങി സാമൂഹികത ഉണ്ടാക്കാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നുവെന്ന് വരികിലും ഉള്ള ബന്ധങ്ങളൂടെ നഷ്ടപ്പെട്ടു വരിക. നഷ്ടപ്പെട്ടല്ല, അതിന് ആഴം കുറയുകയാണ് അല്ലേ? നിങ്ങൾ ഈ മീഡിയയിലിടുന്ന നിങ്ങളുടെ ഒരു സെൽഫ് പ്രൊജക്ഷൻ ഉണ്ടല്ലോ, ഈ പ്രൊജക്ഷനൊക്കെ കണ്ടതിന് ശേഷം മറ്റുള്ളവരുടെ പ്രതികരണം എന്താണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? കൃത്യമായിട്ട് സാധിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവില്ല. ചിലവര് നല്ലതെന്നും പറയും, ചിലവര് ചിലപ്പോ മോശം. അപ്പൊ കൃത്യമായിട്ട് നമുക്കൊരു പ്രതികരണം കിട്ടിയിട്ടില്ല. പക്ഷെ വരികില് നമ്മൾ അങ്ങ് സങ്കല്പിക്കുകയാണ് അവർക്കൊക്കെ ഇതങ്ങ് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. നമ്മൾ അങ്ങ് സങ്കല്പിക്കുക. പക്ഷെ ആ സങ്കല്പം എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. യെസ്, ഇനിയിപ്പോ ശരിക്കും നമ്മളിപ്പോ ഒരു ഫോട്ടോ സെൽഫായിട്ട് എടുത്തിട്ടു, അതിനിപ്പോ നല്ല കമന്റ് കിട്ടി, നൈസ് പൊളിച്ചു മച്ചാനെന്നൊക്കെ കമന്റ് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതായത് ചിലപ്പോ വാസ്തവത്തിൽ അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോ നമ്മളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അത് പോകണ്ടെന്ന് വെച്ചിട്ട് കൂട്ടുകാരൻ ചുമ്മാ പറയുന്നുള്ളൂ. അതാണ് നമ്മൾ ഇടുന്ന പടങ്ങൾ പലതും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഈ ഇപ്പോഴൊരു പറച്ചിലുണ്ട്, സ്ത്രീകളാണ്, പെൺകുട്ടികളാണ് ഈ സെൽഫി എടുത്ത് കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. അവരുടെ സൗന്ദര്യം കൂടുതലായിട്ട് പ്രകടിപ്പിക്കുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ കാണുകയാണ്. അപ്പോൾ സൗന്ദര്യം മാത്രമല്ല, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അവർ മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പടം, അവർ പുകവലിക്കുന്ന ഒരു പടം, അവരെ പ്രേമിക്കുന്ന ഒരു പടം, ഇങ്ങനെ പല കാര്യങ്ങൾ ഈ സ്ത്രീകൾ എടുത്ത് അവർക്കൊരു പ്രൊജക്ഷൻ കിട്ടാനായിട്ട് മീഡിയകളിൽ ഇടുന്നുണ്ട്. അതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? തീർച്ചയായും ഒരു 60% 70% പെൺകുട്ടികളും അല്ലെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളും തന്റെ സൗന്ദര്യങ്ങള് കൂടുതൽ പ്രൊജക്ട് ചെയ്യാനായിട്ട്, കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ വെറൈറ്റി ആയിട്ട് എടുത്തെങ്കിൽ മാത്രമേ ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അപകടങ്ങൾ വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പല തെറ്റായ കാര്യങ്ങളും ചെയ്യുന്നത് പോലും, കാരണം വെറൈറ്റി ആയിട്ട് ഞാൻ എടുത്തത് പോലല്ല, വേറെ വെറൈറ്റി ആയിട്ട് എടുത്തെങ്കിൽ മാത്രമേ കൂടുതൽ ലൈക്കും അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കത്തുള്ളൂ. അല്ല പിന്നെ ഈ സെൽഫിയുടെ ശ്രദ്ധിക്കത്തുള്ളൂ. കാരണം ഒരു ഫോട്ടോ ഇട്ട് കഴിയുമ്പോൾ ആൾക്കാർ മനസ്സിൽ ചിന്തിക്കുന്നത് നോക്കുന്നില്ല, എത്ര പേര് നോക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് എത്ര പേര് ഈ ഫോട്ടോ കണ്ടു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഫോട്ടോ എത്ര പേര് കണ്ടു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, പക്ഷെ അവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അവബോധം നമുക്ക് ഒരിക്കലും അവിടെ ലഭിക്കുന്നില്ല. അത് മാത്രമല്ല, ലൈക്ക് അടിക്കുന്നത് ചിലപ്പോൾ നമ്മളോടുള്ള പ്രതിഷേധമായിരിക്കാം, ചിലപ്പോൾ നമ്മളോടുള്ള സ്നേഹമായിരിക്കാം. പക്ഷെ എല്ലാവർക്കും അത് ഇപ്പൊ ഞാൻ പറയുമ്പോൾ കാരണം എന്താണെന്ന് നമുക്കൊട്ട് തിരിച്ചറിയാനും ഒക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഫേസ്ബുക്ക് ഇപ്പൊ നമ്മൾ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കണ്ടുവരുന്ന എല്ലാ ഫോട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ ലൈക്ക് അടിച്ചെന്ന് വരാം. കാരണം ഇന്നയാളൊരു ഫോട്ടോ ഇട്ടു, പുതിയൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു, അങ്ങനെ ലൈക്ക് അടിച്ചെന്ന്. കാരണം നമ്മളോട് വെറൈറ്റി ആയിട്ട് എടുക്കാൻ വേണ്ടി പലപ്പോഴും പെൺകുട്ടികളും ആൺകുട്ടികളും പല തെറ്റിന്റെ ഫോട്ടോ വരെ എടുത്തിടുന്നതായിട്ട്. അതാണ് ഇദ്ദേഹം പറഞ്ഞ പ്രധാന ഒരു കാരണം. ഒരു വെറൈറ്റിക്ക് വേണ്ടി ആൺകുട്ടികളും പെൺകുട്ടികളും പല രീതിയിലുള്ള പോസില് ഫോട്ടോകളൊക്കെ എടുത്ത് ഇടും. ആ വെറൈറ്റി പലപ്പോഴും എങ്ങനെയാണ് അപകടത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഈ വെറൈറ്റി എന്നുള്ളതിനെക്കാട്ടിൽ ഉപരി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം ഞാൻ സെൽഫി എടുത്തിട്ടുണ്ട്. ഞാൻ സെൽഫി എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും സെൽഫി എടുക്കുന്നു. ഇവര് നമുക്കറിയാം ഒരു കോമ്പറ്റീറ്റീവ് വേൾഡാണ്, ലോകമാണ്, മത്സരമുള്ള ലോകമാണ്. അപ്പൊ ഈ ലോകത്തില് മറ്റുള്ളവരെക്കാട്ടി നമ്മളൊട്ടും പിന്നിലായി പോകരുത് എന്നൊരു ചിന്താഗതി വരും, സ്വാഭാവികമാണ്. അപ്പൊ ആ ചിന്താഗതിയുടെ ഭാഗമായിട്ട് എല്ലാവരും സെൽഫി എടുക്കുന്നു, ഞാനും സെൽഫി എടുക്കുന്നു. അതിനകത്ത് പിന്നെ ഒരു വെറൈറ്റിയുടെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അത് മാത്രം ഇവിടെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാനല്ലോ നമ്മളും എല്ലാവരും എടുക്കുന്നു. അത് മാത്രമെന്ന് ഇദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമം ഇതിന്റെ പിറകിൽ വരും. ആ വെറൈറ്റി കൂടിയാണ് പിന്നെ ഇത് അഡിക്ഷനിലേക്ക് ഒരു ഭ്രാന്തായിട്ട് മാറുന്നത്. ആ വാക്കല്ല ഇദ്ദേഹം ഉപയോഗിച്ചതെന്നേ ഉള്ളൂ, അദ്ദേഹം കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള വാക്ക് ഉപയോഗിച്ചു. ഇതൊരു ഭ്രാന്തായിട്ട് അങ്ങ് മാറും. അപ്പോൾ സെൽഫി അനാദികാലം മുതൽ തന്നെ അതാത് കാലത്തിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ച് സെൽഫി ഉണ്ടായിരുന്നു, പഴയ കാലം മുതൽ തന്നെ ഉണ്ട്.
എന്നാൽ ഈ രീതി മാറി. പുതിയ ട്രെൻഡിലേക്ക് ഒരു 2002 മുതലാണ് വന്നു തുടങ്ങിയതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇപ്പോഴുള്ള നമ്മുടെ മോഡേൺ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ അതിനുള്ള സാധ്യതകൾ നമുക്ക് കൂട്ടിത്തരികയാണ്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റേതായുള്ള ചില ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾ ആദ്യം പറഞ്ഞു. എന്നാൽ രണ്ടാമത് ഇതുകൊണ്ടുണ്ടാകാവുന്ന ദോഷങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ ചുരുക്കുന്ന ഒരനുഭവമാണ്. ഇത് റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണെങ്കിലും റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്തുന്ന ഒരനുഭവമാണ്. ഒരു അഡിക്ഷനിലേക്ക് നയിക്കാം, ഒരു ഭ്രാന്തായിട്ട് മാറാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതി, ഇത് ചിലപ്പോൾ ഒരു ഡിസോർഡറിലേക്ക് നമ്മളെ നയിക്കാം. സൈക്കാട്രിസ്റ്റിൻ്റെ കണക്കുകൾ അനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ചില നോർമലിൽ നിന്ന് വ്യത്യസ്തമായ ചില ഭാവങ്ങൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാകും. ഡിസ്മോർഫിക് എന്നതിന് പറയുന്നത് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ. ഇങ്ങനെയുള്ള ഡിസോർഡർ കൂടുതലും ഉണ്ടാകുന്നത് ഈ സെൽഫിയുടെ അഡിക്റ്റായിട്ടുള്ള ആൾക്കാരിലാണെന്നാണ് ഇപ്പോഴത്തെ പഠനം തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ ഡിസോർഡറിലേക്ക് ഇത് നിങ്ങളെ നയിപ്പാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ ബന്ധങ്ങളെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളെ തന്നെ സെൽഫ് പ്രൊജക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ കൂടുതൽ സെൽഫിഷ് ആകുവാനുള്ള സാധ്യതകൾ ഇതിനകത്തുണ്ട്. മറ്റുള്ളവരോടുള്ള കൺസേണും ബന്ധങ്ങളും തകരുവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ രൂപത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ നഷ്ടപ്പെടുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകാം. ആ സാറ്റിസ്ഫാക്ഷൻ നഷ്ടപ്പെടുമ്പോൾ വീണ്ടും സാറ്റിസ്ഫൈഡ് ആകുവാനായിട്ടുള്ള ശ്രമം നിങ്ങൾ ചെയ്യും. അങ്ങനെയാണ് ഇദ്ദേഹം പറഞ്ഞ ഒരു ഭ്രാന്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഏതായാലും ചെറിയ ചില ഗുണങ്ങളുണ്ടെന്ന് വരികിലും ഈ സെൽഫി ട്രെൻഡ് നിങ്ങൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ വലിയ ദോഷങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. അതിന്റെ ഒരു ലിമിറ്റ് ആണ് അതിനെ നിശ്ചയിക്കുന്നത്. പറഞ്ഞല്ലോ അത്യാവശ്യം ഒരു രീതിയിൽ എടുക്കുന്ന ആൾ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഈ വയ്യാണ്ട് ലിമിറ്റ് വിട്ടു പോകുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലിമിറ്റ് വിട്ടു പോകുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന തകരാറിനെ കുറിച്ചാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ തകരാറുകളാണ് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള അപകടങ്ങൾ ചിലപ്പോൾ വിളിച്ചു വരുത്തും. അത് നമ്മുടെ ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തും. മാത്രമല്ല ചില ഡിസോർഡറിലേക്ക് നിങ്ങളെ നയിക്കും. അത് മാത്രമല്ല നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പം നിങ്ങളുടെ സ്വഭാവത്തിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കും. പേഴ്സണാലിറ്റിയിലെ മാറ്റവും സ്വഭാവത്തിലെ മാറ്റവും ഒക്കെ വരുമ്പോൾ നിങ്ങൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും ആ മാറ്റങ്ങൾ ഉണ്ടാകും. ഇത് നിങ്ങളുടെ പഠിത്തത്തെയും ബാധിക്കാം. നിങ്ങളുടെ അക്കാഡമിക് ലൈഫിനെ ഇത് ബാധിക്കാം. അപ്പോൾ പല രീതിയിൽ നിങ്ങളുടെ അക്കാഡമിക് ലൈഫ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ബന്ധങ്ങൾ ഇതൊക്കെ ലിമിറ്റ് വിട്ടു പോവുകയാണെങ്കിൽ ബാധിക്കാൻ ഇടയുള്ള ഏരിയകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഏത് കാര്യവും ഒരു ലിമിറ്റിനുള്ളിൽ അനുവദനീയമായ രീതിയിൽ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണെന്ന് വരികിൽ അതിൻ്റെ ദോഷവശങ്ങളെക്കാൾ കൂടുതൽ അതിൻ്റെ ഗുണം നമുക്ക് അനുഭവിപ്പാനായിട്ട് സാധിക്കും. അപ്പം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വ്യക്തിത്വം വിലയുള്ളൊരു വ്യക്തിത്വമാണ്. ഈ വ്യക്തിത്വത്തിൻ്റെ വില വർദ്ധിപ്പിക്കാനായിട്ട് ചില പൊടിക്കൈകളൊന്നും നമ്മൾ പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. പകരമായിട്ട് ദൈവം തന്ന ഈ വ്യക്തിത്വത്തെ നമ്മൾ അംഗീകരിക്കുക. ദൈവം നമുക്ക് തന്ന വിലയെ നമ്മൾ അംഗീകരിക്കുക. അങ്ങനെ അംഗീകരിച്ച് കഴിയുമ്പോൾ തന്നെ അതൊരു സെൽഫിയാണ് നമ്മളത് അംഗീകരിക്കുക എന്നുള്ളത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അതിനെ അംഗീകരിക്കുക എന്നുള്ളത് അത് നമുക്ക് പ്രയോജനപ്രദമായിട്ട് തീരും. നിങ്ങളുടെ അക്കാഡമിക് ലൈഫിൽ ദോഷകരമായ രീതിയിൽ ഈ സെൽഫി ട്രെൻഡ് നിങ്ങളെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപകടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ അത് നിങ്ങളെ സഹായിക്കും. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇതിൽ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടുന്ന വിലാസം: The Producer, Be Positive, Shalom TV, പെരുവണ്ണാമൂഴി, കോഴിക്കോട്. ഇനി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെയും എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു.
be positive.